എന്നെ ഞെട്ടിച്ചത് ജോയി മാത്യുവിൻ്റെ നോമിനേഷൻ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. അതായത് ഡിക്ലറേഷൻ പൂരിപ്പിച്ചില്ല എന്നുള്ളതാണ്. എനിക്ക് അതിനകത്ത് സത്യത്തിൽ അദ്ദേഹത്തിന് ഈ എല്ലാ നേതാക്കളോടും നേതൃത്വങ്ങളോടും ഈ സിസ്റ്റത്തോടും ഒക്കെ പുച്ഛം ഇങ്ങനെ വാരി വെതറി മുന്നേറുന്ന കക്ഷിയാണ്. പക്ഷേ ഒപ്പിടാൻ മറന്നുപോയെന്നോ അതോ ഇനിയിപ്പം ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാൻ വയ്യ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, ചിലപ്പോൾ ചില കൊനിഷ്ഠ ബുദ്ധികളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാകും. കാരണം അദ്ദേഹം മത്സരിക്കുന്നത് ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാനത്തേക്ക് അദ്ദേഹം എന്തായാലും മത്സരിക്കുന്നുണ്ട്. ആ ഫോമൊക്കെ വൃത്തിക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതിൽ അദ്ദേഹം ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ചിലപ്പോൾ അതായിരിക്കാം. അതൊക്കെ വെറുതെ തോന്നുന്നതാണ് അദ്ദേഹത്തിന് പറ്റിയ അബദ്ധത്തെ. അതായത് അങ്ങനെയാണ് പിന്നെ കൊടുക്കാതിരുന്നാൽ മതിയല്ലോ പ്രസിഡന്റ് സ്ഥാനത്ത്. ഇത് മാത്രമല്ല, സിനിമാ മേഖലയിലുള്ള ഒരു പ്രധാനപ്പെട്ട വർത്തമാനം അത് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ളത്, അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും അമ്മയുടെ പ്രസിഡന്റ് ആണെന്നൊരു ആഗ്രഹമുള്ള ആളാണ് അദ്ദേഹം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പിന്നെ പക്ഷേ ഒറ്റ കാര്യമാകട്ടെ, അദ്ദേഹം പ്രസിഡന്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ആ സംഘടനയ്ക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ എമ്പുരാനുമായി ബന്ധപ്പെട്ട വലിയ വിഷയം ഉണ്ടായപ്പോൾ വായും പൊത്തി തിരിഞ്ഞു കിടന്ന കക്ഷിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും സംവിധാനത്തിനുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല.